രണ്ട് ടൈപ്പ് ഡയലക്ട്രിക്സിൻ്റെ പോളറൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് പോളാർ ഡയലക്ട്രിക്സിൻ്റെ പോളറൈസേഷനും നോൺ പോളാർ ഡയലക്ട്രിക്സിൻ്റെ പോളറൈസേഷനും. ഈ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് 4 ഡെഫിനിഷൻസ് കൂടി പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം, ഓരോന്നും സെപ്പറേറ്റ് ആയി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 4 ഡെഫിനിഷൻസ്. അതിൽ ആദ്യത്തെ ഡെഫിനിഷനാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. എന്താണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്? ദ റേഷ്യോ ഓഫ് external electric field applied EO to the reduced value of electric field ER is called dielectric constant. ഒരു ഡയലക്ട്രിക് മെറ്റീരിയലിനെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു ER. ഒരുപക്ഷെ നമ്മൾ ഓർമ്മിക്കുന്നൊരു ഇക്വേഷനാണ് ER. Resultant electric field inside a dielectric ER is equal to external electric field applied minus E in. E in എന്ന് പറയുന്നത് ആ ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഡെവലപ്പ് ഇൻസൈഡ് എ ഡയലക്ട്രിക്. ടോട്ടൽ അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ആ ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിനെ മൈനസ് ചെയ്തിരുന്നു. ഇതാണ് റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഡയലക്ട്രിക്. അത് പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡിനേക്കാൾ കുറവാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്? ഈ ഒരു ഇക്വേഷനുമായി ബന്ധമുള്ളതാണ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അതൊരു റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂമറേറ്റർ ഉണ്ടായിരിക്കണം, ഒരു ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കണം. ന്യൂമറേറ്റർ എന്താണ്? ദ റേഷ്യോ ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ്. നമ്മളൊരു ഡയലക്ട്രിക്കിൻ്റെ പുറമേ കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ് ടു ദ റെഡ്യൂസ്ഡ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നേരത്തെ പറഞ്ഞതുപോലെ ആ ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അത് പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കുറവായിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസ്ഡ് വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ മാത്തമാറ്റിക്കലി എഴുതുകയാണെങ്കിൽ K ഈസ് ഈക്വൽ ടു, സ്മോൾ ലെറ്റർ K ആണ്, K ഈസ് ഈക്വൽ ടു E0 ഡിവൈഡഡ് ബൈ ER, അല്ലെങ്കിൽ EO ഡിവൈഡഡ് ബൈ ER. EO എന്ന് പറയുന്നത് ഡയലക്ട്രിക്കിൻ്റെ പുറമേ, ഔട്ട്സൈഡ് ഓഫ് ദ ഡയലക്ട്രിക്, ഡയലക്ട്രിക്കിൻ്റെ പുറമേ നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡാണ്. ER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ള റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡിനെ വേണമെങ്കിൽ നമുക്ക് EO മൈനസ് E in എന്ന് എഴുതാം. ഈ ക്വസ്റ്റൻ എങ്ങനെ മാറും? EO ഡിവൈഡഡ് ബൈ EO മൈനസ് E in. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ടേംസിലും എഴുതാനായിട്ട് സാധിക്കും. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഇതിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. വേണമെങ്കിൽ നമുക്ക് Kനെ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്നും എഴുതാനായിട്ട് സാധിക്കും. 2 തരത്തിൽ K ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്നില്ലെങ്കിൽ EO ഡിവൈഡഡ് ബൈ ER ആണ്, അതല്ലെങ്കിൽ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0യുമാണ്. വാല്യൂ ഓഫ് K ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. K എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും, Kയുടെ വാല്യൂ എപ്പോഴും 1നേക്കാൾ കൂടുതലായിരിക്കും. അതിനൊരു കാരണമുണ്ട്. പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഒരു ഡയലക്ട്രിക്കിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് EO ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഡയലക്ട്രിക് മെറ്റീരിയൽ. അതുകൊണ്ട് ന്യൂമറേറ്റർ എപ്പോഴും ഡിനോമിനേറ്ററിനേക്കാളും വലുതായിരിക്കും. ഈ റേഷ്യോ എപ്പോഴും 1നേക്കാളും വലുതായിരിക്കും. ദ വാല്യൂ ഓഫ് K ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1.